പത്തനംതിട്ടയിൽ മക്കൾക്കൊപ്പം കാണാതായ യുവതിയുടെ ഭർത്താവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കവിയൂർ സ്വദേശി അനീഷ് മാത്യുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യ റീനയെയും 2 പെൺമക്കളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം അനീഷ് മാത്യു ആത്മഹത്യ ചെയ്യാൻ കാരണം പോലീസിന്റെ മാനസിക പീഡനമാണെന്ന് സഹോദര ഭാര്യ നീതു പറഞ്ഞു. എന്നാൽ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും അനീഷ് അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല എന്നുമാണ് പുളിക്കീഴ് പോലീസിന്റെ വിശദീകരണം. ഇപ്പോൾ നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. അനിയനെ അന്ന് തൊട്ട് പുളിക്കീഴ് പോലീസ് സ്റ്റേഷനിൽ SI, CI ഉൾപ്പെടെയുള്ള പോലീസുകാരെല്ലാം വിളിച്ച് നിരന്തര ചോദ്യം ചെയ്യലിലും മാനസിക പീഡനങ്ങളും അനുഭവിച്ചു. രാവിലെ പോയ വൈകുന്നേരം 10:30 വരെയൊക്കെ ആയിരുന്നു അവിടെ പിടിച്ചിരുത്തുന്നത്. ഞങ്ങളോട് നിങ്ങൾ ചെന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞ് എവിടെയൊക്കെ പോയി ഇന്ന് തിരക്കി എന്ന് ചോദിച്ച് അവിടെ എഴുതി വെച്ച് അവനെ നിരന്തരം പിടിച്ച് അവിടെ ഇരുത്തി രാവിലെ പോയ വൈകുന്നേരം വരെ അതിൻ്റെ ആ മാനസിക സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ ഇന്ന് അവൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, ഗുരുതരമായ ആരോപണമാണ്. എന്താണ് സംഭവിച്ചത്? പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്? ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയെന്നും അറിയുന്നുണ്ടല്ലോ പ്രവീൺ. അരുൺ, ഈ മാസം 17-ാം തീയതിയാണ് റീനയെയും 8ഉം 6ഉം വയസ്സുള്ള 2 പെൺമക്കളെയും തിരുവല്ല ആലന്തൂരത്തിൽ നിന്നും കാണാതായത്. ഇതിനുശേഷം ഇവർ ബസ്സിൽ കയറുന്നതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിരുന്നു. അതായത് ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ സമീപത്ത് നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു സ്വകാര്യ ബസ്സിൽ കയറുകയും പിന്നീട് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഇവർ ഇറങ്ങുന്നതുമായിട്ടുള്ള ആ സ്വകാര്യ ബസ്സിനകത്തെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പോലീസിന്റെ പക്കൽ ഈ CCTV ദൃശ്യം കിട്ടിയത്. ഇപ്പോൾ 2 ആഴ്ചയോളം ആകുന്നു ഈ 3 പേരെയും കാണാതായിട്ട്. പക്ഷേ ഈ പോലീസ് പറയുന്നത് 17-ാം തീയതി റീനയെ കാണാതാകുന്നു. അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം മാത്രം റീനയുടെ ഭർത്താവ് അനീഷ് ബന്ധുക്കളെ വിവരം അറിയിക്കുന്നു. പിന്നീട് ബന്ധുക്കളുടെ പരാതിയിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അനീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു, ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ കവിയൂരിൽ കുടുംബ വീട്ടിൽ വൈകിട്ട് 5 മണിയോടെ കൂടിയാണ് അനീഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നിരന്തരം പോലീസ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിച്ചിരുന്നതായി ഈ ആത്മഹത്യ ചെയ്ത അനീഷിന്റെ സഹോദരന്റെ ഭാര്യ നീതു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ ഒരു പരാതിയും ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. പോലീസിന്റെ മാനസിക പീഡനം കൊണ്ടാണ് അനീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് ആ കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി മാത്രം അനീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അത് ചോദ്യം ചെയ്യുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് സ്റ്റേഷനിലുണ്ട്. 4ഓളം ക്രിമിനൽ കേസുകളിൽ അനീഷ് പ്രതിയാണെന്നും പോലീസ് പറയുന്നു. തങ്ങൾ ഒരു രീതിയിലും മാനസിക പീഡനം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കൊന്നും പോയിട്ടില്ല. അന്വേഷണവുമായി അനീഷ് സഹകരിച്ചിരുന്നില്ല എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ അമ്മയെയും 2 പെൺമക്കളെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3 വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല കുടുംബ കോടതിയിൽ ഈ കാണാതായിട്ടുള്ള റീന ഒരു പരാതി നൽകിയിരുന്നു, അനീഷിനെതിരെ ഒരു പരാതി നൽകിയിരുന്നു. പിന്നീട് കുടുംബ കോടതിയൊക്കെ ഇടപെട്ട് ഇരുവരെയും രമ്യതയിലാക്കുകയും പിന്നീട് അവർ വാടക വെച്ചു കഴിഞ്ഞ. മാനസിക പീഡനം എന്നാണ് പറഞ്ഞത്. ശാരീരിക ഉപദ്രവങ്ങളൊന്നും ഉണ്ടായതൊരു ആരോപണം കുടുംബത്തിനുമില്ല അല്ലേ? ഇല്ല അരുൺ, മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർ പ്രതികരിച്ചതിൽ കൃത്യമായി പറയുന്നത് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും, പിന്നീട് രാത്രി 10 മണിക്കൊക്കെ ശേഷമാണ് ആ ചോദ്യം ചെയ്യൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം അനീഷിനെ വിട്ടയച്ചിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം അനീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയെന്നാണ് പുളിക്കീഴ് പോലീസും വ്യക്തമാക്കുന്നത്. അരുൺ, ശരി, താങ്ക് യു. ഇപ്പോൾ റീനയുടെയും ഈ കാര്യത്തിൽ പോലീസിന്റെ വിശദീകരണം മാനസികമായി പീഡിപ്പിച്ചിരുന്നില്ല, കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമായിരുന്നു ചെയ്തത് എന്നതാണ്.